പ്രിയപ്പെട്ടവരെ, സിറിയയിൽ ആഭ്യന്തര കലാപം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അലപ്പോ പിടിച്ചടക്കി ഹമയിലേക്ക് തീവ്രവാദികൾ അതിശക്തമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ഹമയിൽ ശക്തമായ ചെറുത്തുനിൽപ്പാണ് സിറിയൻ സൈന്യത്തിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ അലപ്പോ പിടിച്ചടക്കുന്ന സമയത്ത് ഈ തീവ്രവാദികൾ ഇറാന്റെ അബാബിൽ 3 എന്നറിയപ്പെടുന്ന ഡ്രോൺ പിടിച്ചിട്ടുണ്ട്. ഈ ഡ്രോണുകളുടെ സാമ്പിൾ നേരെ ഈ തീവ്രവാദികൾ അയച്ചിട്ടുള്ളത് ഇസ്രയേലിലേക്കാണ്. അതായത് ഈ തീവ്രവാദികൾക്ക് ഇസ്രയേലുമായി എത്രമാത്രം വലിയ ബന്ധമാണ് ഉള്ളത് എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആരുടെ ഏജന്റുമാരായിട്ടാണ്, ആർക്കെതിരെയാണ് ഇവർ യുദ്ധം ചെയ്യുന്നത് എന്നതെല്ലാം ഇതിൽ നിന്ന് കൃത്യമാണ്. അതായത് അവിടെ പിടിച്ചടക്കിയ ആയുധങ്ങൾ, ഇറാന്റെ സംവിധാനങ്ങൾ നേരെ അതിന്റെ രഹസ്യം മനസ്സിലാക്കാൻ വേണ്ടി ആ ആയുധങ്ങൾ പിടിച്ചതെല്ലാം നേരെ ഇസ്രയേലിലേക്കാണ് അയച്ചു കൊടുക്കുന്നത്. ഈ തീവ്രവാദികളുടെ നേതാവ് ഹോസ്പിറ്റലിൽ അപകടകരമായ സാഹചര്യത്തിൽ നിലനിൽക്കുമ്പോൾ ഇസ്രയേലിന്റെ നേതൃത്വം അവരെ ജൗലാനിൽ സന്ദർശിക്കുന്നു എന്ന് വരുമ്പോൾ ഈ രണ്ട് സംഘവും തമ്മിലുള്ള ബന്ധം എത്രമാത്രമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അറബിയാണ്, ഞാൻ അതിന്റെ ആശയം പിന്നീട് പറയാം. صاحب هذا الرقم نجم صاحب هذا الرقم تعرف وين صار؟ يا جهنم تعرف وين صار؟ يا جهنم يا جهنم أبقى لك سفرت لك يا جهنم امبارح قصيت راسه. ഈ വീഡിയോയിലൂടെ ഇവർ പറയുന്നത് അവർ ഒരു ക്രൈസ്തവനായ ഒരാളെ സിറിയയിൽ വധിച്ചിട്ടുണ്ട്. അതിനുശേഷം ആ വ്യക്തിയുടെ കുടുംബത്തിന് അവർ ഈ സന്ദേശം അറിയിക്കുകയാണ്, ഞങ്ങൾ വധിച്ചിട്ടുണ്ട് എന്ന സന്ദേശം അറിയിക്കുകയാണ്. ആ കൂട്ടത്തിൽ അവർ പറയുന്നു, ഞങ്ങൾ ഇനിയും കൂടുതൽ ആളുകളെ വധിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹം വധിക്കപ്പെടാനുള്ള കാരണം എന്താണ് എന്ന് സിറിയയിലുള്ള ഈ കടുത്ത തീവ്രവാദി വിഭാഗം പറയുന്നത് അദ്ദേഹം ഒരു അവിശ്വാസിയാണ് എന്നാണ്. അപ്പോൾ സിറിയയിലുള്ള സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞങ്ങൾ ഇസ്ലാമിന് വേണ്ടി സമരം ചെയ്യുകയാണ്, ഞങ്ങൾ മുസ്ലിം വിഭാഗത്തിന് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷിയാക്കളുടെ എല്ലാ അടയാളങ്ങളും അവരുടെ ചിഹ്നങ്ങളെല്ലാം വലിച്ചു കീറി വീഡിയോ എടുത്ത് പുറത്തു വിടുന്നു. ഇതിലൂടെ അവർ ലക്ഷ്യമാക്കുന്നത് ഞങ്ങൾ ഷിയാക്കൾക്കെതിരെ ഉള്ള സുന്നികളുടെ സംഘമാണ്, ഞങ്ങൾ ഷിയാക്കൾക്കെതിരെ രംഗത്ത് വരുന്ന വിഭാഗമാണ് എന്ന് വരുത്തി തീർക്കുന്നു. ഇതെന്തിനാണ്? സിറിയയിലുള്ള ലോകത്തെമ്പാടുമുള്ള സുന്നികളെ കൂടെ ചേർക്കാനുള്ള പദ്ധതിയാണ്. ഈ ഒരു കാര്യം കൃത്യമായി നടപ്പിലാക്കുമ്പോഴാണ് ആളുകളെ ചേർക്കാൻ കഴിയുക. ഇവിടെ പിടിച്ചെടുക്കുന്ന ഇറാനിയൻ ആയുധങ്ങൾ ഇസ്രയേലിന് സാമ്പിളുകൾ അവർ അയച്ചു കൊടുക്കുന്നു. അമേരിക്കയുടെ കവചിത വാഹനങ്ങൾ ഉപയോഗിച്ച് ഈ വിഭാഗം ബഷാറുൽ അസദിന്റെ ഗവൺമെന്റിനെതിരെ, സിറിയൻ ഗവൺമെന്റിനെതിരെ യുദ്ധം ചെയ്യുന്നു. അപ്പോൾ ഈ വിഭാഗങ്ങളും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം എത്രയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ ഞങ്ങൾ അങ്ങനെ ബന്ധമില്ല, ഞങ്ങൾ സുന്നികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഷിയാക്കൾക്കെതിരെ വരുന്നവരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഇത്തരം വീഡിയോകൾ ഇവർ പുറത്തു കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ ഈ തമ്മാടികളാണ് ഇസ്ലാമിന് ഇത്രയും വലിയ ചീത്ത പേരുണ്ടാക്കിയിട്ടുള്ളത്. തീവ്രവാദികളാണ് എന്ന് ഇസ്ലാമിനെ കുറിച്ച് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ 100% ഉത്തരവാദിത്വം ഈ വിഭാഗത്തിൽ സംക്ഷിപ്തമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കലാപത്തിന് പിന്നിൽ എന്താണ് ലക്ഷ്യം, അമേരിക്കയും അതുപോലെ ഇസ്രയേലും എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്നതിൽ ആർക്കും സംശയമില്ല. പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മുസ്ലിം വിഭാഗത്തിലെ ഒരു സംഘം ഇസ്രയേലിന് വേണ്ടി വേലപ്പണി ചെയ്യുന്നുണ്ട്. ആരാണ് ആ വിഭാഗം? യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഇത്തരം തീവ്രവാദത്തിന്റെ സ്വരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ അമേരിക്കയും ഇസ്രയേലും എടുത്ത പദ്ധതിയുടെ വലിയ ഭാഗമാണ്. അവർക്കുദ്ദേശം അത് മാത്രമായിരുന്നില്ല, അവർക്ക് സിറിയയെ തകർക്കണം. മാത്രമല്ല ഇസ്രയേലിന്റെ സുരക്ഷിതത്വത്തിന് ഈ സിറിയ എന്ന് പറയുന്നത് വലിയ രൂപത്തിലുള്ള ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ സിറിയയെ തകർക്കുക, സാവധാനം അത് പിടിച്ചടക്കുക എന്ന് തന്നെയാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മാത്രമല്ല ആ കൂട്ടത്തിൽ തന്നെയാണ് ഇറാഖും ഉള്ളത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു നീക്കം നടത്താൻ വേണ്ടി അവിടെ ആഭ്യന്തര കലാപം സൃഷ്ടിക്കുകയാണ് ഉദ്ദേശം. അതിനുവേണ്ടി അവർ ഉണ്ടാക്കിയെടുത്തതാണ് IS എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. കാരണം അമേരിക്കയുടെ നേതൃത്വം തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളാണ് ISനെ ഉണ്ടാക്കിയത് എന്ന്. ഇനിയെങ്കിലും മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് ഏതെങ്കിലും തീവ്രവാദി സംഘം ഇസ്ലാമിന്റെ പേരിലുണ്ടോ, അത് ജയ്ഷെ മുഹമ്മദ് ആവട്ടെ, അല്ലെങ്കിൽ ഹറക്കത്തുൽ മുജാഹിദീൻ ആവട്ടെ, അല്ലെങ്കിൽ അൽ ഖായിദ ആവട്ടെ, IS ആവട്ടെ, ഇതെല്ലാം പേരുകളിൽ മാത്രം വ്യത്യസ്തമായിട്ടുണ്ടെങ്കിലും എല്ലാം ഒരു സംഘമാണ്. ഇതിനെ എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് CIA-യും മൊസാദുമാണ്, ഇസ്രയേലും അമേരിക്കയുമാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഈ വിഭാഗത്തിലൂടെ ഇവിടെ എന്തെങ്കിലും രൂപത്തിലുള്ള തീവ്രവാദം ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഇസ്ലാമിനുള്ളതല്ല,
അത് അമേരിക്കക്കുള്ളതാണ്, ഇസ്രയേലിനുള്ളതാണ്. പക്ഷെ അതിന്റെ പേരിൽ ഒരിക്കലും തന്നെ ഇവിടെയുള്ള ക്രൈസ്തവരൊക്കെ തീവ്രവാദികളാണ് എന്ന് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ ജൂതമതത്തിൽപ്പെട്ട ആളുകളൊക്കെ തീവ്രവാദികളാണ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ തീവ്രവാദത്തെ സംരക്ഷിക്കുന്ന രാഷ്ട്രമായി അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേലും മാറുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതിനവർ ഉപയോഗപ്പെടുത്തുന്നത്, ഖേദകരമെന്ന് പറയട്ടെ, ലോകത്തിലുള്ള വഹാബി ആശയക്കാരെയാണ്. ഞാൻ കേരളത്തിലുള്ള വഹാബികൾ തീവ്രവാദികളാണെന്നോ അല്ലെന്നോ അല്ല ഞാൻ ഇവിടെ പരാമർശിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾ ഒരിക്കലും ഇതിന്റെ പേരിൽ വ്യാകുലപ്പെടേണ്ട കാര്യവുമില്ല. നിങ്ങൾ അത്തരം ആളുകളല്ലെങ്കിൽ അതിന്റെ പേരിൽ വ്യാകുലപ്പെടേണ്ട കാര്യവുമില്ല. ഞാൻ പറയുന്നത് ഈ വഹാബി ആശയത്തിന്റെ, സലഫി ആശയത്തിന്റെ ആളുകളെ ഏകദേശം 2-3 നൂറ്റാണ്ടായി കളിപ്പാവുകളെ പോലെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം 1 നൂറ്റാണ്ടിലധികമായി ഈ വിഭാഗത്തെ അവർക്ക് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഈ മിഡിൽ ഈസ്റ്റിലുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്കയും ഇസ്രയേലും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായി ഈ വിഭാഗം അധപ്പതിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, ആരും ഇതിൽ ദേഷ്യം പിടിക്കേണ്ട കാര്യമില്ല. വസ്തുതകൾ പറയുമ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യണം. ഇത് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ തെറ്റാണ് എന്ന് നിങ്ങൾക്ക് സമർത്ഥിക്കാം. ഇന്ന് സിറിയയിൽ കടന്നു വന്നിട്ടുള്ള ഈ വിഭാഗങ്ങളെല്ലാം, ഞാൻ പറയുന്നു ജബഹത്തുൻ നുസ്ര, അതുപോലെ ഇപ്പോൾ ഹൈഅത്തു തഹരീർ ഷാം എന്ന പേരിൽ കടന്നു വന്നിട്ടുണ്ട് IS, ഈ വിഭാഗങ്ങളൊക്കെയും പ്രതിനിധാനം ചെയ്തത് വഹാബി ആശയത്തെയാണ്, സലഫി ആശയത്തെയാണ് എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത്? അവരുടെ വെബ്സൈറ്റുകൾ തന്നെ നിങ്ങൾ പരിശോധിച്ചോളൂ. അവർ തന്നെ അവരെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് പരിശോധിച്ചോളൂ. നമ്മുടെ നാട്ടിലൊക്കെയുള്ള സലഫികൾ സലഫി ആശയക്കാർ തന്നെയാണ്. പക്ഷെ ഇവിടെയുള്ള ആളുകളൊക്കെ അതുപോലെ തോക്കെടുക്കുന്ന തീവ്രവാദികളാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. അത് ഒരു പക്ഷേ അവർ അതിന് സപ്പോർട്ട് ചെയ്യണമെന്നുമില്ല, അവർ അതിനെ എതിർക്കുന്ന ആളുകളാണ്. പക്ഷെ ഞാൻ പറയുന്നു, ഈ വിഭാഗത്തിന്റെ ഐഡിയോളജി നമ്മുടെ നാട്ടിലൊക്കെയുള്ള വഹാബികളാണെങ്കിലും സലഫികളാണെങ്കിലും അവർ അറിഞ്ഞോ അറിയാതെയോ ഈ ആശയത്തിന്റെ ആളുകളായി മാറിയിട്ടുണ്ട്. ഈ ആശയത്തിന്റെ വാക്താക്കളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതും ജൂതന്മാരും അമേരിക്കയും അത് ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അവർ തന്നെ പരസ്യമായി പറഞ്ഞ കാര്യമല്ലേ ഇത്. വഹാബിസത്തിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഫണ്ട് നൽകിയത് ഞങ്ങളാണ് എന്ന് ഈ അമേരിക്കയുടെ വിദേശകാര്യമന്ത്രിയായിരുന്ന ഹിലാരി ക്ലിന്റൺ ആണ് പറയുന്നത്. ഞാൻ വെറുതെ പറയുകയല്ല, അതിന്റെ എല്ലാം കൃത്യമായ തെളിവുകൾ CNN തന്നെ പുറത്തുവിട്ട ഹിലാരി ക്ലിന്റന്റെ ശബ്ദരേഖയും വീഡിയോയും ഇപ്പോഴും നമുക്ക് യൂട്യൂബുകളിലും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. ഡൊണാൾഡ് ട്രംപ് തന്നെ കൃത്യമായി പറഞ്ഞു ISനെ ഉണ്ടാക്കിയത് ഹിലാരി ക്ലിന്റനും ഒബാമയും ചേർന്നാണ് എന്ന്. അതെല്ലാം പരസ്യമായി പ്രസംഗിച്ച കാര്യങ്ങളാണ്. മാത്രമല്ല സൗദി അറേബ്യയുടെ കിരീടാവകാശി പറഞ്ഞു, ഞങ്ങൾ വഹാബിസം പ്രചരിപ്പിച്ചത് യൂറോപ്പിന്റെ ആവശ്യപ്രകാരമാണ് എന്ന്. ഇത്രയും കൃത്യമായി അവരൊക്കെ പറയുമ്പോൾ ഇനി ആ വിഷയത്തിൽ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നമ്മുടെ നാട്ടിലൊക്കെയുള്ള വഹാബികളെ അല്ലെങ്കിൽ സലഫികളെ അവരെ ഈ തീവ്രവാദ സംഘത്തിന്റെ പേരിൽ കുറ്റപ്പെടുത്തുകയല്ല. അവരൊന്നും ഈ വിഭാഗത്തെ അംഗീകരിക്കുന്നവരാണ് എന്ന് എനിക്ക് വിശ്വാസവുമില്ല. പക്ഷെ അവരും ഇവരുമൊക്കെ ഒരേ ആശയക്കാരാണ്, ഒരേ ഐഡിയോളജിക്കാരാണ് എന്നതിൽ ആർക്കും സംശയമില്ല. ഒരുപക്ഷെ അതാണ് ഇസ്ലാമിന്റെ തനതായ വിശ്വാസം എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണെങ്കിലും ആ ആശയത്തെയാണ് ഇവിടെയൊക്കെയുള്ള സലഫികൾ വഹാബികൾ ഉൾക്കൊണ്ടിട്ടുള്ളത്. പക്ഷെ അവരെ നിർമ്മിച്ചതും അവരെ സംരക്ഷിക്കുന്നതും അവരെ ഇനി എത്ര കാലം അമേരിക്കയുടെ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടേ അമേരിക്ക പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ടൂള് മാത്രമാണ് ഈ സംഘങ്ങൾ. അത് ലോകത്ത് എവിടെയും ഒരു വഹാബി പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് ഈ അമേരിക്കയുടെ ആയുധമാണ് എന്നതിൽ സംശയമില്ല. അതിന് ആവശ്യമായിടത്തെല്ലാം അവരവർക്ക് ആയുധം നൽകി അവരെ യുദ്ധത്തിലേക്ക് ഇറക്കി, എന്നിട്ട് കുറെ അമുസ്ലിമീങ്ങളെ കൊലപ്പെടുത്തുന്ന ചിത്രവും വീഡിയോ പുറത്തുവെച്ച് ഒരു നാടകമായി അതിലൂടെ അവർ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ മുസ്ലിങ്ങളുടെ വാക്താക്കളാണ്, ഞങ്ങൾ സുന്നികളുടെ വാക്താക്കളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി മറ്റുള്ള മുസ്ലിമീങ്ങളെ പറ്റിച്ച് അതിലേക്ക് ചേർക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സംഘത്തിലൊക്കെയും നിങ്ങൾ ചിന്തിക്കേണ്ടത് വഹാബികളുടെ വലിയൊരു ശൃംഖലയാണ്. അതിൽ പ്രസംഗിക്കുന്നതോ അതിൽ സംസാരിക്കുന്ന ആളുകളെല്ലാം വഹാബി ആശയക്കാരാണ്. ഇത് ഞാൻ വെറുതെ പറയുകയല്ല, നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചാൽ പച്ചയായ യാഥാർത്ഥ്യമാണത്. അങ്ങനെയുള്ള വിഭാഗമാണ് ഇതിലുള്ളതെല്ലാം. പക്ഷെ അവരതിൽ പെട്ടുപോയത് തെറ്റിദ്ധാരണ മൂലമാണ്. കാരണം ഇത് അമേരിക്കയുടെയും അതുപോലെ ഇസ്രയേലിന്റെയും സൃഷ്ടിയാണ്. അവർക്ക് ആയുധം നൽകുന്നത് അമേരിക്കയും ഇസ്രയേലുമാണ് എന്ന കാര്യം ഇതിൽ പലർക്കും അറിയുന്നില്ല. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ഈ സിറിയയിൽ ഇത്രയും വലിയ കലാപങ്ങൾ നടക്കുമ്പോൾ ഈ വിമത വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന തീവ്രവാദി സംഘത്തിന്റെ പിന്നിൽ ഉൾക്കൊള്ളുന്ന വിഭാഗമായിരിക്കും കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന സലഫി ആശയക്കാരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർക്ക് പിന്നിലെല്ലാം ഈ ഒരു ആദർശപരമായ ബന്ധമുണ്ട് എന്നതാണ്
അതിന്റെ പ്രധാനപ്പെട്ട കാരണം IS-ലേക്ക് ചേരാൻ വേണ്ടി കേരളത്തിൽ നിന്ന് പോയി എന്ന് പറയുന്നു. അതെല്ലാം ഇവിടുത്തെ നിയമ സംവിധാനങ്ങളാണ് പരിശോധിക്കേണ്ടത്. ഞാൻ ആ കാര്യം പറയുകയല്ല. പക്ഷേ ഈ വിഭാഗമാണ് അങ്ങോട്ട് പോയത് എന്ന് പറയപ്പെടാനുള്ള കാരണം ഈ ആശയധാരയാണ്. മാനസികമായി അവരറിയാതെ സപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഒരർത്ഥത്തിൽ അവരുടെ കൊലയോടൊക്കെ അവർ ഭിന്നിച്ചു നിൽക്കുമ്പോൾ തന്നെ ആശയത്തോടും ആ തീവ്രവാദികൾ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകളോടും ഐഡിയോളജികളോടും ഒക്കെ പൂർണ്ണമായി അവർ പിന്തുണക്കുന്നു എന്നത് ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് തെറ്റിദ്ധാരണയാണ്. വഹാബി അല്ലെങ്കിൽ സലഫി മൂവ്മെന്റ് എന്നൊക്കെ ലോകത്ത് അറിയപ്പെടുന്നതെല്ലാം അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പാവയാണ്. ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ സംഘടനകളുടെയും പിന്നിൽ ഷിയാക്കളും അതുപോലെ തന്നെ ഈ പറയുന്ന സലഫി വിഭാഗങ്ങളാണ്. സുന്നികൾ എന്ന് പറയുമ്പോൾ എല്ലാ സുന്നികളും അവിടെ ഇല്ല. അവിടെയുള്ളത് ഈ സലഫി വിഭാഗത്തെ കുറിച്ചാണ് ഈ പറയപ്പെടുന്നത്. ഈ സംഘടനകളിലെല്ലാം ഉള്ളത് ഇത് രണ്ട് ഭാഗം. ഒരു ഭാഗത്ത് റഷ്യ ഉപയോഗപ്പെടുത്തുന്ന ഒരു വിഭാഗത്തെ അമേരിക്ക ഉപയോഗപ്പെടുത്തുന്നു. അതായത് വേൾഡിലുള്ള ഈ ശക്തികളുടെ പാവകളായി ഈ രണ്ട് വിഭാഗവും യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് ഇവിടെ യഥാർത്ഥ സുന്നി ആശയങ്ങളുള്ള ഒരു വലിയ വിഭാഗമുണ്ട്. അവർ ഈ രണ്ടിൽ നിന്നും മുക്തരാണ് എന്ന കാര്യം, അതാണ് ഇസ്ലാമിന്റെ തനതായ വിശ്വാസമെന്നും നമ്മൾ മനസ്സിലാക്കണം. അവിടെ തെറ്റിദ്ധാരണക്ക് വകുപ്പില്ല, അവിടെ തീവ്രവാദത്തിന്റെ ചുവയില്ല, ഒന്നും കാണാൻ കഴിയില്ല. അത് ഇസ്ലാമിന്റെ യഥാർത്ഥമായ സത്തയാണ്. അതുകൊണ്ടാണ് അവിടെ ഇത്തരം കാര്യങ്ങളൊന്നും കടന്നു വരാത്തത്. ഈ ഫിത്നകളിലൊന്നും ഈ രണ്ട് വിഭാഗം ഷിയാക്കളും ഈ വഹാബി സലഫികളും ഉണ്ടാകുമ്പോഴും യഥാർത്ഥ സുന്നികൾ ഇല്ലാത്തതിന്റെ പ്രധാന കാരണം അവർ ഇസ്ലാമിന്റെ യഥാർത്ഥ അടിസ്ഥാന വിശ്വാസങ്ങളെയും പ്രമാണങ്ങളെയും അതിൻ്റെ യഥാർത്ഥ കർമ്മ പദ്ധതികളെയുമാണ് ഫോളോ ചെയ്യുന്നത് എന്നതിൻ്റെ പ്രധാനപ്പെട്ട അടയാളമാണ്.